നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ ഇന്ത്യയുടെ പ്രതിജ്ഞാവാചകം ചൊല്ലാറില്ലേ? എത്ര ഉത്സാഹത്തോടെ, എത്ര അഭിമാനത്തോടെയാണ് നമ്മളന്ന് പറയാറുള്ളതല്ലേ? ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണെന്നൊക്കെ. എന്നാൽ നോക്കൂ, നമ്മുടെ രാജ്യത്തെ ഏറ്റവും ദരിദ്രനായ ഒരു മനുഷ്യൻ കയറിക്കിടക്കാൻ കൂരയില്ലാതെ തണുത്തു വിറച്ച് മരവിച്ച് മരിച്ചു പോകുന്നത് ഒരു വാർത്തയല്ലാതായി തീരുകയും നമ്മുടെ രാജ്യത്തെ സെൻസെക്സ് 10 പോയിന്റ് മുകളിലോട്ടോ താഴോട്ട് വന്നാൽ അത് വാർത്തയായി തീരുകയും ചെയ്യുന്ന രാജ്യത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഒരു പത്രപ്രവർത്തകൻ ഗാന്ധിജിയോട് ചോദിക്കുന്നുണ്ട്, പ്രിയപ്പെട്ട ബാപ്പുജി, എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ ദൗത്യം? അന്നേരം ബാപ്പുജി മറുപടി പറഞ്ഞു, ഈ രാജ്യത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ കണ്ണീരൊപ്പലാണ് എന്നായിരുന്നു. 1950 ശേഷം രാജ്യവികസനത്തിൻ്റെ പേരിൽ തെരുവിലിറക്കപ്പെട്ടവരുടെ എണ്ണം 15 കോടിയാണ്. 15 കോടി. ആരുടേതാണ് ഈ രാജ്യം പ്രിയപ്പെട്ടവരെ? നമ്മളവരെ കാണുന്നുണ്ട് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ, നമ്മുടെ തെരുവുകളിൽ, കടത്തിണ്ണകളിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ രോഗപീഠകളാൽ കഴിഞ്ഞ് മരിച്ചു പോകുന്നവർ. നമ്മൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കാറിൻ്റെ ഗ്ലാസിൽ മുട്ടി നമുക്ക് മുന്നിൽ ദൈന്യപൂർവ്വം കൈനീട്ടുന്ന ഒരു ചീന്ത് ചപ്പാത്തിക്ക് വേണ്ടി വിഷപ്പടക്കാൻ നമുക്ക് മുന്നിൽ കൈനീട്ടുന്നവർ, ഇന്ത്യയുടെ മക്കൾ, നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ സഹോദരി സഹോദരന്മാർ. ആരുടേതാണ് ഈ രാജ്യം?